അപ്പോൾ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യാറുണ്ട് എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ അടുത്ത് നമ്മൾ മൂന്നാമത്തെ ഐഡിയ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് അഥവാ ചെയ്ത് കഴിഞ്ഞതേ ഉള്ള എന്നുള്ള പ്രാക്ടീസ് ചെയ്യാണ്. ഗ്രാമർ പരമായിട്ട് വേർബ് പഠിക്കുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ഫോം ഉണ്ട്, ഫസ്റ്റ് ഫോം ഉണ്ട്, സെക്കൻഡ് ഫോം ഉണ്ട്, തേർഡ് ഫോം ഉണ്ട്. ഇവിടെ നമ്മൾ ക്രിയാപദത്തിൻ്റെ അഥവാ വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് പഠിക്കുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് ഇത് ഡയറക്റ്റ് അത് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ള മാത്രം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള മെത്തേഡാണ് ഇപ്പോൾ തരുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട് അഥവാ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളെന്ന് പറയുമ്പോൾ ഐ ഹാവ് സ്റ്റഡീഡ്, STUDIED ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ കളിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ഐ ഹാവ് പ്ലേഡ്, ഞാൻ സഹായിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ സഹായിച്ചിട്ടുണ്ട് അഥവാ സഹായിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ഐ ഹാവ് ഹെൽപ്പ്, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞതേ ഉള്ളൂ. ഐ ഹാവ് സ്ലെപ്റ്റേ ഉള്ളൂ. ഞാൻ പോയി കഴിഞ്ഞതേ ഉള്ളൂ. ഐ ഹാവ് ഗോൺ, ഞാൻ എഴുതി കഴിഞ്ഞതേ ഉള്ളൂ. ഐ ഹാവ് റിട്ടൺ, റൈറ്റ്, റോഡ്, റിട്ടൺ ആണ്. സ്ലീപ്പ്, സ്ലെപ്റ്റ് ആണ്. ഓക്കെ, അത്തരത്തിലൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത് നമുക്ക് നോക്കാം. ഞാൻ തുറന്നിട്ടുണ്ട് അഥവാ തുറന്നു കഴിഞ്ഞതേ ഉള്ളൂ. ഐ ഹാവ് ഓപ്പൺഡ്, ഞാൻ അടച്ചിട്ടുണ്ട് അഥവാ അടച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ഐ ഹാവ് ക്ലോസ്ഡ്, ഞാൻ വാങ്ങിയിട്ടുണ്ട് അഥവാ വാങ്ങിക്കഴിഞ്ഞതേ ഉള്ളൂ. ഐ ഹാവ് ബോട്ട്, ഞാൻ വിറ്റിട്ടുണ്ട് അഥവാ വിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഐ ഹാവ് സോൾഡ്. ഇത്തരത്തിൽ ഏതാനും വാക്കുകൾ, ഏതാനും ക്രിയാപദങ്ങളെ ആശയങ്ങളാക്കാൻ വേർബിന്റെ മൂന്നാമത്തെ ഫോം. നമുക്ക് ഗ്രാമർ ക്ലാസ് ഒക്കെ ഇടുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കളക്ട് ചെയ്യാം. സാധാരണക്കാർ വാക്കുകളെ ആശയങ്ങളാക്കാൻ മാത്രം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഐ ഹാവ് സ്റ്റഡീഡ്, ഐ ഹാവ് പ്ലേഡ്, ഐ ഹാവ് ഹെൽപ്പ്, ഐ ഹാവ് ഗോൺ, I have written, I have opened, I have sold, I have bought. Okay.